ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ വെറും 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു ക്യാരറ്റ് പായസം റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ക്യാരറ്റ് അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചവ്വരി അഥവാ സാബൂദന ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ചവ്വരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചവ്വരി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വിസിൽ വയ്ക്കാം. ഒരു 3 വിസിൽ വന്നോട്ടെ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പായസം റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോഴിതാ 3 വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. ഇപ്പോഴിതാ ക്യാരറ്റും ചവ്വരിയൊക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടും ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ പായസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു 2 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് കുറുകി വരട്ടെ. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് ശർക്കര ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ പായസം തിളച്ചൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലോട്ട് കുറച്ച് ബദാം മുറിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് പായസം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇതിലോട്ട് ചവ്വരിയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു പായസം കൂടിയാണിത്. ഒരു പായസം ഇരിക്കുന്നതോറും ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ കഴിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്. ഒരു തവണ നിങ്ങൾ ഈ പായസത്തിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കൂട്ടോ. അത്രയും ടേസ്റ്റിയാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പായസം കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.